പാലക്കാടൻ കാറ്റിൻ്റെ തണുപ്പുള്ള ഒരു പുലർച്ചെയാണെങ്കിലും കണിമംഗലം തറവാടിൻ്റെ ഉമ്മറത്ത് ചൂടേറിയ ചർച്ചയായിരുന്നു. തറവാട്ടിലെ കാരണവരും ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനുമായ സേതുമാധവൻ തൻ്റെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അവിടേക്കാണ് ദേഷ്യവും ആത്മവിശ്വാസവും നിറഞ്ഞ മുഖവുമായി മൂത്തമകൻ വസുദേവ് അങ്ങോട്ട് കടന്നു വന്നത്. "അച്ഛാ, എനിക്കൊരു കാര്യം തീരുമാനിക്കാനുണ്ടായിരുന്നു," വസുദേവ് ഗാംഭീര്യത്തോടെ സേതുമാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. "നമ്മുടെ ഗ്രൂപ്പിൻ്റെ എല്ലാ ബിസിനസ്സുകളും ഇനി പലയിടത്തായി ചിതറിക്കിടക്കേണ്ടതില്ല. ഹെഡ് ഓഫീസിൻ്റെ പൂർണ്ണ ചുമതല എനിക്ക് വേണം അച്ഛാ. അച്ഛനും ബാക്കിയുള്ളവരും ഇനി തറവാട്ടിലെ കാര്യങ്ങൾ നോക്കി ഇവിടെ വിശ്രമിച്ചോളൂ. ബിസിനസ്സെല്ലാം ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം." "അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ വസുദേവ്. എനിക്ക് നീ കൂടാതെ 2 ആൺമക്കൾ വേറെയുമുണ്ട് വസു. കണിമംഗലം ഗ്രൂപ്പ് എന്നത് ഒരു വ്യക്തി കെട്ടിപ്പടുത്തതല്ല. അതിൻ്റെ ഓരോ വേരുകളും അത്രമേൽ ആഴത്തിലുള്ളതാണ്. അത്ര വലിയൊരു ഉത്തരവാദിത്തം നിന്റെ തോളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനുവേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ടതെല്ലാം. അതിൻ്റെ ഭാരം നിനക്ക് താങ്ങാൻ കഴിയില്ലെന്നാണ് എൻ്റെ പക്ഷം. നമുക്ക് എല്ലാവർക്കും കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാം." സേതുമാധവൻ പത്രം മടക്കി വെച്ച് മകനെ ഒന്ന് നോക്കി. ശാന്തമാണെങ്കിലും ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. "അച്ഛനല്ലെങ്കിലും അച്ഛൻ്റെ ആ 2ാമത്തെ സന്തതിയോടാണല്ലോ എപ്പോഴും കൂറ്. അഗ്നിയല്ലേ അച്ഛൻ മനസ്സിൽ കണ്ടത്?" വസുദേവൻ ഒരു പരിഹാസച്ചിരിയോടെ തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സേതുമാധവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. "അതേടാ, അവൻ ജനിച്ച അന്ന് മുതലാണ് എനിക്ക് രാജയോഗം തെളിഞ്ഞത്. നീ മൂത്തവനാണെങ്കിലും പഠിക്കാൻ എപ്പോഴും ഉഴപ്പനാണ്. പണം വാരിയെറിഞ്ഞാണ് ഞാൻ വാങ്ങിത്തന്നത് നിന്റെ കാർഡിയോളജിസ്റ്റ് പട്ടം. അത് നീ മറന്നുപോയോ?" വസുദേവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം വീണ്ടും തുടർന്നു. "നിന്നെ പഠിക്കാൻ വിട്ടപ്പോൾ നീ പ്രൊഫസറുടെ മകളെ പ്രേമിച്ചു നടന്നു. ആരും കാണാതെ രജിസ്റ്റർ മാരേജും കഴിച്ചു. ഒടുവിൽ എൻ്റെ പണം കൊണ്ടല്ലേ നിന്റെ റിസപ്ഷൻ പോലും നടന്നത്. മര്യാദക്ക് പഠിക്കേണ്ട സമയത്ത് അത് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അമ്മായിയപ്പൻ്റെ ഹോസ്പിറ്റൽ രോഗികളുമില്ല, നിനക്കൊരു വിലയുമില്ല അവസ്ഥയാണിപ്പോൾ. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കും അഗ്നിക്കും." വസുദേവ് ഒന്നും മിണ്ടാനാവാതെ പരുങ്ങി നിൽക്കുമ്പോഴാണ് അനിയൻ അർജുൻ അവിടേക്ക് കടന്നു വരുന്നത്. കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ നിന്ന് കണ്ണൊടുക്കാതെ തികഞ്ഞ ലാഘവത്തോടെ അവൻ പറഞ്ഞു തുടങ്ങി. "ഏട്ടാ, എൻ്റെ പഠനം കഴിഞ്ഞു കേട്ടോ. അടുത്ത മാസം മുതൽ ഓഫീസിൽ എനിക്കായി ആ വലിയ ക്യാബിനൊന്ന് റെഡിയാക്കി വെച്ചേക്കണേ. എനിക്ക് അവിടെ ഇരുന്നൊന്ന് ഭരിക്കേണ്ടതാണ്." വസുദേവ് അവനെ കടുപ്പത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. "ഭരിക്കാനോ? നീ അതും കാത്തു നിന്നോ. അവിടെയെന്നും അഗ്നി തന്നെയായിരിക്കും ഇരിക്കുക. അല്ലെങ്കിൽ അച്ഛൻ ഇതൊന്നും ഇങ്ങനെ എണ്ണി പറയില്ലായിരുന്നല്ലോ." വസുദേവ് ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. "അർജുൻ, കണിമംഗലം ഗ്രൂപ്പിലെ കസേരകൾ നിനക്ക് കളിക്കാനുള്ളതല്ല. ആദ്യം ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിക്ക്. യോഗ്യത തെളിയിച്ചാൽ മാത്രമേ ആ ക്യാബിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ മതി. അതുവരെ വെറുതെ സ്വപ്നം കണ്ട് സമയം കളയണ്ട." അർജുൻ മറുപടിക്കായി കാത്തു നിൽക്കാതെ വസുദേവ് സേതുമാധവനെ നേരെ തിരിഞ്ഞു. "ഞാൻ ആരോടും അനുവാദം ചോദിക്കുകയില്ല. മറിച്ച് എൻ്റെ തീരുമാനമാണിത്. അറിയിക്കുകയാണിപ്പോൾ. നാളെ മുതൽ കണിമംഗലം ഗ്രൂപ്പിൻ്റെ നട്ടെല്ല് ഞാനായിരിക്കും." വസുദേവിൻ്റെ പ്രഖ്യാപനം കേട്ട് അർജുൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. "ഏട്ടൻ്റെ ഹോസ്പിറ്റൽ പേഷ്യൻ്റ് കുറവായതുകൊണ്ട് ഏട്ടത്തി പറഞ്ഞു കാണും ബിസിനസ് നോക്കാൻ ഇറങ്ങിക്കോളാൻ. അതല്ലേ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഏട്ടന് വയറു നിറച്ച് കിട്ടിയത്?" അർജുൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തർക്കം മുറുകുന്നത് കണ്ട് സേതുമാധവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. "മതി, നിർത്ത് രണ്ടും." അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. "അഗ്നി വന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്." അത്രയും പറഞ്ഞ് അവരെ 2പേരെയും ഒന്ന് പുച്ഛിച്ചു നോക്കി സേതുമാധവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. അതേസമയം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പാലക്കാടിൻ്റെ ഉൾഗ്രാമമായ കാവശ്ശേരിയിലെ ഒരു ചെറിയ വാടക വീട്ടിൽ മറ്റൊരു തർക്കം നടക്കുകയാണ്. ഹരിദാസ് എന്ന നിസ്സഹായനായ അച്ഛനു മുന്നിൽ മൂത്ത മകൾ അഞ്ജലി രോഷത്തോടെ സംസാരിക്കുകയാണ്. "അച്ഛാ, എനിക്ക് ഇനി ഈ വീടിൻ്റെ ഭാരം ചുമക്കാൻ കഴിയില്ല. എൻ്റെ ശമ്പളം മുഴുവൻ ഇവിടുത്തെ ചിലവുകൾക്കും ഇവന്മാരുടെ പഠിപ്പിനും കൊടുത്താൽ എനിക്ക് എന്ത് ബാക്കിയുണ്ടാകും? നിങ്ങളുടെ പ്രിയപ്പെട്ട 2ാമത്തെ മകളുടെ പഠനം കഴിഞ്ഞല്ലോ.
ഇനി അവൾ നോക്കട്ടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം. അഞ്ജലി തൻ്റെ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു. ഹരിദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് രണ്ടാമത്തെ മകൾ മാളവിക അച്ഛൻ്റെ അരികിലേക്ക് എത്തിയത്. അവൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അച്ഛൻ വിഷമിക്കേണ്ട. ചേച്ചി പറഞ്ഞതും ശരിയാണ്. ഇത്രയും കാലം ചേച്ചി ഒറ്റയ്ക്കല്ലേ നമ്മളെ നോക്കിയത്. നാളെ മുതൽ ഞാനും ജോലിക്ക് പോയിക്കോളാം. നമ്മുടെ അനിയൻ കണ്ണനെ ഒരു വലിയ നിലയിലെത്തിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അവനെ പഠിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. മാളവികയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹരിദാസിൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നി. നിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തു വെച്ചോ മോളെ. നിനക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടും. അദ്ദേഹം മകളെ അനുഗ്രഹിച്ചു. തൻ്റെ കരിയറിലെ ആദ്യത്തെ ചുവടുവയ്പ്പിനായി ആ രാത്രി തന്നെ ആത്മവിശ്വാസത്തോടെ മാളവിക തയ്യാറെടുത്തു. എങ്കിലും ഉള്ളിൽ അവൾക്കൊരു പേടിയുണ്ട് താനും. പുലർക്കാലത്തെ മഞ്ഞുതുള്ളികൾ പോലെ നിർമ്മലമായ മനസ്സുമായി മാളവിക ഉണർന്നു. ഇന്ന് അവളുടെ ജീവിതത്തിലെ നിർണായകമായ ദിവസമാണ്. ചേച്ചി മുറ്റത്തേക്ക് ഇറങ്ങിയതും പത്രത്തിൽ കണ്ട ആ വലിയ കമ്പനിയിലെ ജോലി അവൾക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. എങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ തൻ്റെ പോരായ്മകളെക്കുറിച്ച് ഓർത്തവൾ ഒരു നിമിഷം തളർന്നുപോയി. വേണ്ടെന്ന് വെച്ചാലോ എന്ന് പോലും ചിന്തിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലെ ഭയം അവൾ അച്ഛനോട് പങ്കുവച്ചു. അച്ഛാ, എനിക്ക് പേടിയാകുന്നു. അച്ഛൻ ഹരിദാസ് അവളുടെ അരികിലേക്കെത്തി. ആ സ്നേഹനിധിയായ അച്ഛൻ്റെ കൈകൾ അവളുടെ തലയിൽ തലോടി. പേടിക്കണ്ടട്ടോ മോളെ, നിന്റെ ഈ നല്ല മനസ്സിന് അനുയോജ്യമായൊരു ജോലി ദൈവം നിനക്ക് നൽകും. അച്ഛൻ്റെയും അമ്മയുടെയും കാലുകൾ വണങ്ങി അവൾ എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് അനിയൻ വിഹാൻ മുന്നിൽ വന്നു നിന്നത്. അവൻ അവളുടെ തലയിൽ കൈവച്ച് കുസൃതിയോടെ പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ അനുഗ്രഹം കൂടി വാങ്ങിക്കോന്ന്. പർപ്പിൾ നിറത്തിലുള്ള ഒരു കോട്ടൺ സാരി അതീവ സുന്ദരിയായിരുന്നു അവൾ. പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ അവളുടെ കൈകൾ അറിയാതെ സ്വന്തം ചെവിയിലൊന്ന് തൊട്ടു. അപ്പോഴാണ് ഹരിദാസിൻ്റെ മനസ്സിൽ മൂത്ത മകൾ അഞ്ജലിയുടെ ക്രൂരമായ വാക്കുകൾ മുഴങ്ങിയത്. എനിക്ക് കിട്ടുന്ന 30,000 രൂപയിൽ നിന്നും 15,000-ൽ പകുതിയും എൻ്റെ മേക്കപ്പിനും മറ്റും വേണം. ബാക്കി നിങ്ങൾ രണ്ടുപേരെയും പഠിപ്പിക്കാനൊന്നും എന്നെ ഇനി കിട്ടില്ല. അവർ സ്വന്തമായി ഇനി സമ്പാദിക്കട്ടെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മകളുടെ ആ വാക്കുകൾ അദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അച്ഛൻ്റെ ദുഃഖമാർന്ന മുഖം കണ്ട് മാളവിക അദ്ദേഹത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. നമ്മുടെ വിഹാനെ ഒരു നല്ല CA ആക്കി മാറ്റും ഞാൻ. ഇത് അച്ഛന് ഞാൻ തരുന്ന വാക്കാണ്. നീ ഞങ്ങളുടെ ഭാഗ്യമാണ് മോളെ. അമ്മ പാർവതി മകളുടെ നെറുകിൽ ചുംബിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ബാറിൽ നിന്നും ഇറങ്ങിയ അഗ്നി തൻ്റെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ മയങ്ങിപ്പോയിരുന്നു. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ നെറുകയിലെത്തിച്ചവനാണിവൻ. പുറമെ കടുവയെപ്പോലെയാണെങ്കിലും പരുക്കനാണെങ്കിലും ഉള്ളിൽ അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മകനാണവൻ. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ എത്ര വൈകിയാലും വീട്ടിലേക്ക് മടങ്ങുന്നതും. അവൻ ഉറക്കമുണർന്ന് വീട്ടിലേക്കെത്തി. വെറും 10 മിനിറ്റ് കൊണ്ട് കുളിച്ചു കഴിഞ്ഞ് തൻ്റെ ലക്ഷറി റൂമിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. വെള്ള ഷർട്ടും ഡിസൈനർ സ്യൂട്ടും ധരിച്ച് വില കൂടിയ വാച്ചും കെട്ടി അവനൊരു രാജാവിനെ പോലെ ഒരുങ്ങി. ഇന്നവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ്. അവൻ വേഗത്തിൽ പടികളിറങ്ങി തൻ്റെ കറുത്ത നിറത്തിലുള്ള റോൾസ് റോയ്സ് കോസ്റ്റ് കാറിൽ കയറിപ്പാഞ്ഞു. കമ്പനിയിലേക്കെത്താൻ 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അഗ്നി അത് കണ്ടത്. റോഡിൻ്റെ മറുവശത്ത് അവനെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി. 5 മിനിറ്റോളം അവൻ ഹോൺ അടിച്ചു. അവൾ അനങ്ങുന്നില്ല. ദേഷ്യം കൊണ്ട് അഗ്നിയുടെ കണ്ണുകൾ ചുവന്നു. അവൻ കാറിൽ നിന്നിറങ്ങി അവളുടെ അരികിലേക്ക് ചെന്നു. അഗ്നി അലറിക്കൊണ്ട്, ഹേയ് നോൺസെൻസ്, നീ എത്ര നേരമായി ഹോൺ അടിക്കുന്നു? നിനക്കെന്താ ചെവി കേൾക്കില്ലേ? മാളവിക പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു. അവൻ്റെ ആക്രോശത്തിനു മുന്നിൽ അവൾ പതറാതെ മറുപടി നൽകി. മാളവിക, നിങ്ങൾക്ക് കണ്ണില്ലേ? നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? ഞാൻ നിങ്ങളുടെ കാറിന് മുന്നിലല്ലല്ലോ നിൽക്കുന്നത്. പിന്നെ ചെവി കേൾക്കാത്തവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് മിസ്റ്റർ. ഇത് കേട്ട് അഗ്നിക്ക് ദേഷ്യം അടക്കാനായില്ല. എങ്ങോട്ടാണാവോ രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളി വരുന്നത്? നിന്നെ പോലെയുള്ളവർക്ക് ആരെങ്കിലും ജോലി തരുമോ? മാളവിക, എല്ലാവർക്കും നിങ്ങളെപ്പോലെ അഹങ്കാരികളാവാൻ കഴിയില്ല മിസ്റ്റർ കടുവ. നീ എന്താടി എന്നെ വിളിച്ചത് കടുവയെന്നോ? അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ആ പിടിവലിക്കിടയിൽ മാളവികയുടെ ചെവിയിലുണ്ടായിരുന്ന ഹിയറിംഗ് എയ്ഡ് റോഡിലേക്ക് തെറിച്ചു വീണു.
ഒരു നിമിഷം ലോകം നിശബ്ദമായതുപോലെ തോന്നി അവൾക്ക്. നിലത്ത് വീണു കിടക്കുന്ന ആ കൊച്ചു യന്ത്രം കണ്ടപ്പോൾ അഗ്നി തരിച്ചു നിന്നുപോയി.